യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ പീരുമേട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കുകയാണ്. INTUC നേതാവ് അന്തരിച്ച എം ബാലുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പരിപാടി ആരംഭിച്ചത്. പീരുമേട് നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത്. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വണ്ടിപ്പെരിയാർ പ്രധാനമായ മേഖലയായി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. INTUC നേതാവും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച എം ബാലു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് പര്യടന പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നെല്ലിമലയിൽ സ്ഥാപിച്ച ഗാന്ധി പാർക്കിൽ പൂമാല ചാർത്തുകയും ചെയ്തു. ഇതിനുശേഷം നെല്ലിമല എസ്റ്റേറ്റിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചതും. UDF അധികാരത്തിലെത്തുമെന്നും ഈ സമയം പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും UDFന്റെ പ്രതിനിധി നിയമസഭയിൽ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ നാടിന്റെ സമഗ്ര വികസനത്തിനും വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തിയത്. നമ്മുടെ മനസ്സിലുള്ളത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി അല്ലേ. അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വികസനവും കരുതലുമെന്നാണ് മുദ്രാവാക്യം. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാകണം. അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാം പരിചിതനാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളയാളാണ്. എൻ്റെ പിതാവിനെയും നിങ്ങൾക്കറിയാം. KK തോമസ് MLA എന്ന നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും നിങ്ങളോടൊപ്പം അല്ലെ, ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലും നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചാണ് ഞാൻ ഈ രംഗത്ത് കടന്നു വരുമ്പോൾ എന്നോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹവും അതുപോലെ ആദരവും ഒക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. തൊഴിലാളികൾ ആരതി ഒഴിഞ്ഞും അനുഗ്രഹം നൽകിയുമാണ് സ്വീകരിച്ചതും. നേതാക്കളായ ഷാജി പൈനാടത്ത്, PA അബ്ദുൾ റഷീദ്, M ഉദയസൂര്യൻ, TH അബ്ദുൾ സമദ്, M ആര്യപ്പൻ, ബാബു ആൻഡപ്പൻ, രാജൻ കൊഴുവമാക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മണിമേഖല, വിജയകുമാരി, ഉദയസൂര്യൻ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. വൈകിട്ട് വണ്ടിപ്പെരിയാറിലാണ് പഞ്ചായത്ത് തല പരിപാടി അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.